ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എണ്ണക്കടികളൊക്കെ കഴിച്ച് മടുത്തവർക്കുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇതൊട്ടും ഓയിൽ ചേർക്കാതെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ബ്രെഡും മുട്ടയും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി സ്നാക്ക് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഇനി നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 2 സവാള, ഏകദേശം വലിയ സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. 2 സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, സവാളയൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് വഴണ്ടി വരാനായിട്ട്. എന്നിട്ട് സവാളയൊക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്, അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട്. ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതായിരുന്നു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 സ്പൂണിൻ്റെ അടുത്ത്, എല്ലാം ടീസ്പൂൺ അളവാണ്, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഫില്ലിങ്സിന്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ പൊടികളിട്ടതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വഴറ്റുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി നീര്, ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തക്കാളി നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം ലെമൺ ജ്യൂസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫില്ലിങ്സ് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കണം. അതായത് ഒരു 1/4 സ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല, അതുപോലെ തന്നെ 1/2 സ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർ കുറച്ചധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ഫില്ലിങ്സ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോക്ക് താഴെയുള്ള ഈ ഒരു ചുവന്ന സബ്സ്ക്രൈബ് എന്നെഴുതി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസ് ആണ്. ഞാനിവിടെ ഏകദേശം ഒരു 10 ബ്രെഡ് സ്ലൈസ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ ഈ സൈഡിലുള്ള ബ്രൗൺ പോർഷൻസൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയാൽ അത് നമ്മൾ വേസ്റ്റായി കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് ബ്രെഡ് ക്രംസിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ബ്രെഡ് ഇതുപോലെ ഈ ഒരു രീതിക്ക് നമുക്ക് എല്ലാ ബ്രെഡും ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു റെസിപ്പിക്കും നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡൊക്കെ അങ്ങനെ ചെയ്തു. അതുപോലെ തന്നെ ഒരു 2 മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. 2 മുട്ടേനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം വേണം. അതുപോലെ തന്നെ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ തണുത്ത് വന്നു. ബ്രെഡ് ക്രംസും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ 2 മെത്തേഡ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഇതുപോലെ ബ്രെഡിൻ്റെ ഓരോ പീസ് എടുക്കുക. അതിന് ശേഷം ഈ വെള്ളത്തിൽ ഇതുപോലെ ഒന്നങ്ങ് മുക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ മുക്കിയിട്ട് എടുക്കണം. നമ്മളിത് വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് മെൽട്ടായി പോകുന്ന പോലെയാവും. എന്നിട്ട് ഇതുപോലെ കൈൻ്റെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചില ബ്രെഡൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് വെള്ളം വലിച്ചെടുത്ത് ഭയങ്കര സോഫ്റ്റായിട്ട് മാറും. അപ്പോൾ അത് അങ്ങനെ തോന്നുകയാണെങ്കിൽ സെക്കൻഡ് മെത്തേഡിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ നന്നായിട്ട് ബ്രെഡിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇതുപോലെ അങ്ങ് പോക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഫില്ലിങ്സ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം 1 ടീസ്പൂണോളം ഫില്ലിങ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഒരുപാട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ബ്രെഡ് പൊട്ടിയിട്ട് മസാല പുറത്ത് വരും. അതുകൊണ്ട് തന്നെ 1 സ്പൂണോളം ഫില്ലിങ്സും അതിന് ശേഷം ഒരു ചെറിയൊരു പീസ് മുട്ടയും വെച്ച് കൊടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കിതൊന്നങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം.
അപ്പോൾ ചെറുതായിട്ടൊന്നും നമ്മൾ ഗ്യാപ്പ് ഉണ്ട്, അതുപോലെ ചെറുതായിട്ട് ബ്രെഡ് മുറിഞ്ഞു പോവുകയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. നമ്മളിത് റോൾ ചെയ്യുന്ന സമയത്ത് അങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്നങ്ങ് റോൾ ചെയ്യുക. അതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് കോട്ട് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഈർപ്പമുള്ളത് കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസ് നന്നായിട്ട് ഒട്ടിക്കിടന്നോളും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് തന്നെ പിഴിഞ്ഞ് കളയണം. അതിന് ശേഷമാണ് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്യുമ്പോൾ നല്ലൊരു ഷേപ്പായിട്ട് നല്ല ബോൾസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അതിന് വേറൊരു മെത്തേഡെന്ന് വെച്ചാൽ നമുക്ക് ബ്രെഡിൻ്റെ സൈഡ്സിലൊക്കെ അതുപോലെ സെൻറ്ററിൽ കുറച്ച് മതിയാവും. സൈഡ്സിൽ നന്നായിട്ട് തന്നെ വെള്ളം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് സിലിക്കോണിൻ്റെ ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ടങ്ങ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷുഗർ സിറപ്പൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു ബ്രഷ് ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വെള്ളം സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് സോഫ്റ്റ് ആയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സൈഡൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം. സെൻറ്റർ അത്യാവശ്യം സോഫ്റ്റ് ആയാൽ മതി. എന്നിട്ട് ഇതുപോലെ ഫില്ലിങ്സ് വെക്കുക. അതിന് ശേഷം ചെറിയൊരു പീസ് മുട്ട വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം കുറവാണെന്ന് നമുക്കിത് ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് വെള്ളം കയ്യിൽ തൊട്ടിട്ട് ഒന്നങ്ങ് ഫോൾഡ് ചെയ്തെടുത്താലും മതിയാവും. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഫില്ലിങ്സ് കുറച്ചൊന്ന് പുറത്ത് വന്നാലും കുഴപ്പമില്ല. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സായി കൊടുത്താലും മതിയാവും. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. പകരം നമ്മൾ ചെയ്യുന്നത് ഇതുപോലുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഈ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1 സ്പൂണ് ഗീ എടുത്തിട്ട് നമുക്ക് എല്ലാ ഹോൾസിലേക്കും കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഓയിലിൽ ഫ്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗി ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഈ ഒരു ഗീ ഒക്കെ ചൂടായി വരുമ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത് വെച്ചിരിക്കുന്ന ബോൾസ് അതിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ആദ്യം നന്നായിട്ട് ചൂടായിട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തത്. പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതൊന്നും അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡ് ഇതുപോലെ ചെയ്തിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുത്. ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുമ്പോഴാണ് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരിക. നമ്മുടെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് എണ്ണ കുടിക്കുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എണ്ണക്കടികളൊക്കെ ഒഴിവാക്കുന്നതാണ് മാക്സിമം നല്ലത്. അതിന് പകരം ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഡീപ് ഫ്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സെയിം ബോൾസ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി കാണാൻ ഭംഗി അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും. പിന്നെ നിങ്ങൾ വീട്ടിൽ കുയ്യപ്പത്തിൻ്റെ ചട്ടിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താവയിൽ കുറച്ച് ഗീ ചേർത്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.